എത്ര പറഞ്ഞാലും തീരാത്ത നിരവധി ആരോഗ്യ പോഷകഗുണങ്ങളാൽ സമൃദ്ധമായൊരു ധാന്യം. പ്രമേഹ രോഗികൾക്ക് സ്ഥിരമായി കഴിക്കാവുന്നതും പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതുമായൊരു ധാന്യം. മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് മാംസ്യവും ധാതുക്കളും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മുത്താരി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ വിളിക്കുന്ന റാഗിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. റാഗിയുടെ അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ച് വിശദമായി വിവരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഇതിനു മുമ്പ് ഇട്ടപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കമന്റായി ചോദിച്ചൊരു ചോദ്യമാണ്, റാഗി കൊണ്ട് തയ്യാറാക്കാവുന്ന കുറച്ച് ഹെൽത്തി റെസിപ്പീസിന്റെ വീഡിയോസ് ചെയ്യാമോ, പറഞ്ഞു തരാമോ എന്നൊക്കെ. ഇതിനാൽ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ്. ജീവകം സി, വൈറ്റമിൻ B6, ഫോളിക് ആസിഡ്, കാൽഷ്യം, പൊട്ടാസ്യം എന്നുവേണ്ട ഡയറ്ററി ഫൈബറുകളാലും നാരുകളാലും പോളിഫിനോളുകളാലും സമ്പുഷ്ടമായ നമ്മുടെ ഈ റാഗി ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു സൂപ്പർ ഹെൽത്തി ആൻഡ് മിറേക്കിൾ സൂപ്പിനെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, റാഗിയുടെ അത്ഭുതകരമായ ആരോഗ്യ ഔഷധ പോഷകഗുണങ്ങൾ എന്തെല്ലാമാണെന്നതിനെക്കുറിച്ച് വിശദീകരിച്ച ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ വീഡിയോ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്തെന്നാൽ റാഗിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമായി അറിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ സൂപ്പ് കഴിക്കുന്നത് ഒരു ശീലമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവൂ. അതിനാൽ റാഗിയുടെ അത്ഭുതകരമായ ആരോഗ്യ ഔഷധ പോഷകഗുണങ്ങളെക്കുറിച്ച് വിശദമായി വിവരിക്കുന്ന ആ വീഡിയോ കൂടി എല്ലാവരും ഒന്ന് കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമാകും. റാഗിയുടെ അത്ഭുതകരമായ ഗുണങ്ങൾ ഒരുപക്ഷെ നമുക്ക് അറിയാവുന്നതിനാലാവും നമ്മളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് റാഗി കൊണ്ട് കുറുക്കും മറ്റും ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലേ? എന്നാൽ ഇത്രയും ഗുണപ്രദമാണെങ്കിലും നമ്മുടെ നാട്ടിൽ റാഗി മുതിർന്നവർ അത്ര കണ്ടങ്ങ് ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ അറിഞ്ഞിരിക്കുക, കർണാടകത്തിലും മറ്റു ചില സംസ്ഥാനങ്ങളിലുമെല്ലാം അവരുടെ ഭക്ഷണക്രമത്തിലെ ഒരു പ്രധാന ഭാഗമായി റാഗി വിഭവങ്ങൾ ഉപയോഗിക്കാറുള്ളതിനാൽ തന്നെ പ്രമേഹവും പൊണ്ണത്തടിയും കൊളസ്ട്രോളും ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുടെ അവരുടെ ഈ ഭക്ഷണക്രമത്തിലൂടെ തന്നെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നു എന്ന സത്യം നമ്മളും തിരിച്ചറിയണം. ഇതിൽ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ വളരെ ആരോഗ്യപ്രദമായ ഈ റാഗി ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഈ ഹെൽത്തി സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതുപോലെ ഈ റാഗി സൂപ്പ് കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന അതിശയകരമായ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നതിനെക്കുറിച്ചും ഇനി നമുക്ക് നോക്കാം. ആദ്യം തന്നെ വളരെ ആരോഗ്യപ്രദമായ ഈ റാഗി സൂപ്പ് തയ്യാറാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിനായി ഒന്നാമതായി വേണ്ടത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ റാഗി പൊടിച്ചെടുത്ത നല്ല റാഗിപ്പൊടിയാണ്. ഇനി അടുത്തതായി വേണ്ടത് ഒരു മുഴുത്ത തക്കാളി, ഒരു സവോള, കുറച്ച് ഗ്രീൻ പീസ്, ക്യാരറ്റ്, വെളുത്തുള്ളി, 1 ലിറ്റർ ശുദ്ധമായ പച്ചവെള്ളം, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. അതുപോലെ ഇനി നിങ്ങൾ ഡയബറ്റീസ് ഇല്ലാത്തവരാണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാരയും ചേർക്കാം, മറിച്ചാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുകയും ചെയ്യുക. ഇനി വേണ്ടത് കുറച്ച് ജീരകം, കടുക്, കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില, വെളിച്ചെണ്ണ, 1 ഗ്ലാസ് പാല് എന്നിവയാണ്. കറിവേപ്പില, മല്ലിയില ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി രണ്ടും ചേർക്കണമെങ്കിൽ അങ്ങനെയും ആകാം. ഇത്രയും ചേരുവകളാണ് ഈ റാഗി സൂപ്പ് തയ്യാറാക്കാൻ ആവശ്യമുള്ളത്. ഇനി ഇത് തയ്യാറാക്കാനായി ആദ്യം ചെയ്യേണ്ടത് എന്തെന്നാൽ, ഒരു പാത്രമെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ വെള്ളമൊഴിച്ച് സ്റ്റൗ കത്തിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി, ക്യാരറ്റ്, വെളുത്തുള്ളി എന്നിവയെല്ലാം ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസും അല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഡയബറ്റീസ് ഇല്ലാത്തവരാണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുത്ത ശേഷം സ്റ്റൗ ഓഫാക്കുക. ഇനി അടുത്തതായി ചെയ്യേണ്ടത് മറ്റൊരു പാത്രമെടുത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് അല്പം കടുകും ജീരകവും അതുപോലെ ഇനി നിങ്ങൾ കറിവേപ്പിലയാണ് എടുക്കുന്നതെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഇനി ഇത് പാകമായി വരുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന സൂപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്തതായി ചെയ്യേണ്ടത് സൂപ്പിന് നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണമെന്നതിനനുസരിച്ച് റാഗിപ്പൊടി എടുത്ത് കുറച്ച് വെള്ളത്തിലേക്കിട്ട് ചെറുതായി കുറുക്കിയെടുത്ത ശേഷം ഇതിലേക്ക് അല്പാൽപമായി പാല് കൂടി ചേർത്ത് ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. റാഗിപ്പൊടി നേരിട്ട് ഇതിലേക്ക് ഇട്ടാൽ കട്ട കെട്ടാൻ സാധ്യതയുള്ളതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഈ സൂപ്പിന്റെ കൂട്ടിലേക്ക് നമ്മൾ നന്നായി മിക്സാക്കി എടുത്ത ഈ റാഗിപ്പൊടിയുടെയും പാലിന്റെയും ഈ മിശ്രിതം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇവ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഇതിലേക്ക് മല്ലിയില ചേർക്കുന്നുണ്ടെങ്കിൽ മല്ലിയില ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം സ്റ്റൗ ഓഫാക്കുക. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയെന്നാൽ
തടിയും തൂക്കവും കൊളസ്ട്രോളും പ്രമേഹവും കുറയ്ക്കാനായാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നതെങ്കിൽ എന്നും രാവിലെ പ്രഭാത ഭക്ഷണമായും രാത്രിയിലെ ഭക്ഷണത്തിന് പകരമായുമാണ് ഈ ഹെൽത്തി സൂപ്പ് കുടിക്കേണ്ടത്. ഇനി അല്ലാതെയുള്ളവർക്ക്, അതായത് ഒരു ഹെൽത്തി ഡയറ്റിന്റെ ഭാഗമായി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി ഈ റാഗി സൂപ്പ് ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി ഈ മിറേക്കൽ ഹെൽത്തി സൂപ്പ് കഴിക്കുന്നത് ഒരു ശീലമാക്കുന്നതിലൂടെ ലഭിക്കുന്ന അത്ഭുതകരമായ ആരോഗ്യ പോഷക ഔഷധ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. റാഗിയിൽ ധാരാളം നാരുകൾ അടങ്ങിയതിനാലും പോളിഫിനോളുകൾ ധാരാളം ഉള്ളതിനാലും പ്രമേഹ രോഗികൾ പതിവായി റാഗി കൊണ്ടുള്ള ഈ സൂപ്പ് കഴിക്കുന്ന ഒരു ശീലമാക്കിയാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മികച്ച രീതിയിൽ കുറയ്ക്കുന്നതിന് സഹായിക്കും. അതുപോലെ മറ്റ് ഏത് ധാന്യങ്ങളെക്കാളും പോഷക സമൃദ്ധവും ആരോഗ്യപ്രദവും അതുപോലെ മറ്റ് അന്നജ ആഹാരങ്ങളിൽ ഇല്ലാത്ത മെഥിയോനൈൻ, അമിനോ ആസിഡുകൾ, ഐസോലൂസിൻ, ഫിനൈൽ അനലൈൻ തുടങ്ങിയ ഘടകങ്ങൾ റാഗിയിലുണ്ട്. ഇത് മാത്രമല്ല, ഇരുമ്പും കാൽസ്യവും പൊട്ടാസ്യവും ധാരാളമായി റാഗിയിലുള്ളതിനാലും പ്രമേഹ രോഗികൾക്ക് പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് പാലിക്കേണ്ട ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഉത്തമ ഭക്ഷണമാണ് ഈ റാഗി സൂപ്പും അതുപോലെ റാഗി കൊണ്ടുള്ള മറ്റു വിഭവങ്ങളും എന്ന് പറയാം. അതുപോലെ ട്യൂമറുകൾ, രക്തക്കുഴലുകൾ കട്ടികൊടുക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന അതെറോസ്ക്ലെറോസിസ് എന്നിവയിൽ നിന്നെല്ലാം സംരക്ഷണം നൽകുന്നതിനും റാഗി ചേർത്തിട്ടുള്ള ഈ സൂപ്പ് കഴിക്കുന്നത് സഹായിക്കും. മാത്രമല്ല, ഇന്ന് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന കൊളസ്ട്രോൾ എന്ന പ്രശ്നത്തിന്റെ പരിഹാരത്തിനും വളരെ ഉത്തമമാണ് ഈ റാഗി സൂപ്പ്. റാഗിയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളായ ലെസിത്തിൻ, മെഥിയോനൈൻ എന്നിവയാണ് കരളിലെ അധിക കൊഴുപ്പിനെ നീക്കം ചെയ്ത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായകമാവുന്നത്. ഇതിനാൽ തന്നെ അമിത കൊളസ്ട്രോൾ ഉള്ളവർ റാഗി കൊണ്ടുള്ള ഈ സൂപ്പും റാഗി കൊണ്ടുള്ള മറ്റു വിഭവങ്ങളും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തിയാൽ വളരെ വേഗം തന്നെ അമിത കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് വരുതിയിൽ നിർത്താൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ധാരാളം നാരുകളാൽ സമ്പുഷ്ടമായ ഇത് അമിത വിശപ്പിനെ നന്നായി നിയന്ത്രിക്കുന്നത് കൊണ്ടും വയറ് നിറഞ്ഞെന്ന തോന്നൽ കുറെ നേരത്തേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉത്തമമാണ് ഈ റാഗി സൂപ്പിന്റെ ഉപയോഗം. കൂടാതെ കാൽഷ്യവും ജീവകണ്ഡിയും ധാരാളമായി റാഗിയിൽ ഉള്ളതിനാലും ഒപ്പം പാലിന്റെ പോഷകഗുണങ്ങളും മറ്റും ചേരുന്നതുകൊണ്ടും എല്ലുകളുടെ ശക്തിയും ബലവും വർദ്ധിപ്പിക്കുന്നതിനും മുതിർന്നവരിൽ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും കുട്ടികളുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുകയും ചെയ്യുന്നതുകൊണ്ടും ഈ റാഗി സൂപ്പിന്റെ ഉപയോഗം വളരെയധികം ഗുണകരമാണെന്ന് പറയാം. അതുപോലെ ഇന്ന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹ രോഗികൾ ഉൾപ്പെടെ ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ്. ദഹന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു മികച്ച ധാന്യമായ റാഗി കൊണ്ടുള്ള ഈ സൂപ്പിന്റെ ഉപയോഗത്തിലൂടെ നിങ്ങൾക്കുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്നതും ഈ റാഗി സൂപ്പിന്റെ മറ്റൊരു ഗുണമാണ്. അതുപോലെ ഇരുമ്പിനാൽ സമൃദ്ധമായ ഈ റാഗി സൂപ്പിന്റെ ഉപയോഗത്തിലൂടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിക്കുമെന്നതിനാൽ തന്നെ വിളർച്ച അഥവാ അനീമിയ എന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിനും ഈ റാഗി സൂപ്പ് വളരെയധികം സഹായിക്കും. കൂടാതെ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനായും ഉപയോഗിക്കാവുന്ന ഒരു ഹെൽത്തി സൂപ്പ് കൂടിയാണ് ഈ റാഗി സൂപ്പ് എന്നത്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത നിരവധി ആരോഗ്യ പോഷക ഗുണങ്ങൾ ഇനിയുമുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഈ റാഗി സൂപ്പിന്. ചുരുക്കി പറഞ്ഞാൽ, നല്ല ആഹാരത്തിലൂടെ ആരോഗ്യം നന്നായി നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഹാര നിയന്ത്രണത്തിലൂടെ പ്രമേഹത്തെയും കൊളസ്ട്രോളിനെയും അമിതവണ്ണത്തെയും നിയന്ത്രിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കും നിത്യവും കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഹെൽത്തി ഫുഡാണ് ഈ റാഗി സൂപ്പ് എന്നത്. വളരെയധികം ആരോഗ്യപ്രദവും പോഷക സമൃദ്ധവുമായ ഈ റാഗി സൂപ്പിനെ കുറിച്ച് വിശദീകരിച്ച ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ, യുവർ ഓൺ സജോയ്.